നമസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും എല്ലാ തവണത്തെയും പോലെ ചില കല്ലുകടികൾ ഉണ്ടാകാം. അത്തരം കല്ലുകടികൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. വിമർശനങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായ വിമർശനങ്ങളോ അതോ അസ്വാഭാവികത ഇക്കാര്യത്തിൽ ഉണ്ടോ തുടങ്ങിയ പൊരുളുകളൊക്കെ തേടുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് വരും നിമിഷങ്ങളിൽ. 64ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അക്ഷയ് കുമാർ മികച്ച നടൻ, സുരഭി മലയാളത്തിൽ നിന്ന് മികച്ച നടിയെ തിരഞ്ഞെടുത്തു. മോഹൻലാലിന് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം, മികച്ച നടിക്കും മികച്ച ബാലതാരത്തിനും മികച്ച നടനുമുള്ള പ്രത്യേക പരാമർശവും അടക്കം 7 പുരസ്കാരങ്ങളാണ് മലയാളം നേടിയത്. മിന്നാമിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരഭി ലക്ഷ്മി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രിയദർശൻ ചെയർമാനായ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണ്ണയിച്ചത്. മോഹൻലാലിന് ലഭിച്ചത് ഫ്രണ്ട്ഷിപ്പ് അവാർഡെന്ന് ഡോക്ടർ ബിജു സംവിധായകൻ പ്രതികരിച്ചു. അക്ഷയ് കുമാറിന് പുരസ്കാരം നൽകിയതിനെതിരെയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം ശ്രീ KB വേണു, സിനിമയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന KB വേണു, ഒപ്പം മീന T പിള്ളെ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ, ഫക്രുദ്ദീൻ അലി, സിനിമാ സാമൂഹ്യ നിരീക്ഷകൻ, ഡോക്ടർ ദേവദാസ്, മാധ്യമപ്രവർത്തകൻ, RS വിമൽ, ഡോക്ടർ ബിജു, VK ജോസഫ് എന്നിവർ കൂടി നമ്മോടൊപ്പം ചേരും. ഡോക്ടർ ബിജു, താങ്കളിലേക്ക് എത്തുന്ന മുമ്പ് ശ്രീ KB വേണുവിലേക്ക്. ശ്രീ KB വേണു, താങ്കൾ എങ്ങനെയാണ് ഈ ഇന്നത്തെ പ്രഖ്യാപനത്തെ അളന്ന് തൂക്കി നോക്കുന്നത്? എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? വിമർശനങ്ങൾ, കല്ലുകടികൾ, അതിൻ്റെയൊക്കെ തലങ്ങൾക്ക് അർത്ഥമുണ്ടോ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ശ്രീ KB വേണു? ഏതായാലും കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡിൽ ഉണ്ടായതുപോലെയുള്ള ക്രൂരതകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സമാധാനമുള്ള കാര്യമാണ്. ബാഹുബലി പോലെയുള്ളൊരു സിനിമയ്ക്ക് ഇന്ത്യയിലെ മികച്ച സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുക പോലെയുള്ള അട്രോസിറ്റീസ് ഒന്നും ഇത്തവണത്തെ ജൂറി കാണിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പരാതികൾക്കും വിമർശനങ്ങൾക്കൊക്കെ ഒരു കാരണം ഒരു പക്ഷേ ജൂറി ചെയർമാൻ്റെ സുഹൃത്തുക്കളാണ് ശ്രീ അക്ഷയ് കുമാറും ശ്രീ മോഹൻലാലും. അപ്പോൾ അവർക്ക് അവാർഡ് കൊടുത്തതിനകത്ത് അങ്ങനെ ഒരു പരിഗണന ഉണ്ടോ എന്ന് ആളുകൾ സംശയിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഏതായാലും റെസ്റ്റ് എന്ന് പറയുന്ന ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അക്ഷയ് കുമാർ എത്രത്തോളം അതിന് യോഗ്യനായി എന്നുള്ളൊരു വിലയിരുത്തൽ നടത്താൻ നിർഭാഗ്യവശാൽ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സുരഭിയെ പോലൊരു ആക്ട്രസ്, അവർക്കിവിടെ കിട്ടിയത് ഒരു പ്രത്യേക പരാമർശം മാത്രമാണ്. പക്ഷേ അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിയെന്ന ഒരു വലിയ അംഗീകാരം അവർക്ക് കിട്ടുന്നു. അത് വലിയ സന്തോഷമാണ്. സുരഭി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അതോടൊപ്പം തന്നെ പല അവാർഡുകളും, ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ ഇവിടെ കിട്ടിയേക്കാൾ വലിയൊരു അംഗീകാരം അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഒരു മത്സരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ദേശീയ തലത്തിലേക്ക് ഈ സിനിമകളൊക്കെ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 2 തവണ ഈ സിനിമകളും മത്സരിക്കുന്നുണ്ട്. അത് ശാസ്ത്രീയമാണോ എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഉന്നയിക്കാനുള്ള ഒരു പ്രശ്നം. വലിയ പ്രയാസമുള്ളൊരു പ്രക്രിയയാണ് ഇന്ത്യയിൽ ഒരു വർഷം ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഒരു ജൂറിയിലെ അംഗങ്ങൾ കണ്ടു തീർത്ത് ഒരു അവാർഡുകൾ നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഒരു മത്സരം, ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയം എനിക്കതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാനിതുവരെ ഒരു അവാർഡ് നിർണ്ണയ സമിതിയിലും അംഗമായിരുന്നിട്ടില്ല. ആകെ ഇരുന്നിട്ടുള്ളത് IFFKയുടെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലാണ് 2 പ്രാവശ്യം ഇരുന്നിട്ടുള്ളത്. അവാർഡ് കമ്മിറ്റിയിലൊന്നും ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിലില്ല. ഇങ്ങനൊരു സംശയം എനിക്ക് ഈ ഇത്തരം ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയത് മുതൽ തോന്നി തുടങ്ങിയിരുന്നു. അതൊരു പക്ഷേ ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഞാൻ വളരെ കാതലായ ഒരു കാര്യം തന്നെയാണ് ശ്രീ KB വേണു പറയുന്നത്. ശ്രീ ഡോക്ടർ ബിജു ഇവിടെ സുരഭി അവാർഡിന് അർഹയാകുന്നു. അതൊക്കെ തന്നെ അംഗീകരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നൽകേണ്ട വലിയ കാതലായ ഒരു മേഖലയാണ്, മാധ്യമ മേഖലയാണ്. കാരണം സ്വാഭാവികമായ വിമർശനങ്ങളെ വളരെ ഒരുപക്ഷെ ഒരു സ്ഥിരം ശൈലി ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ ഇന്ന് ചർച്ചയാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് താങ്കൾ കൂടി ഇന്ന് ഒരു വലിയൊരു വിമർശനം, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അവാർഡ് എന്ന തരത്തിലേക്ക് താങ്കളെ പ്രേരിപ്പിച്ച, ആ പ്രസ്താവനയ്ക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ, താങ്കൾ കാണുന്ന ഒരു വിമർശനത്തിന്റെ ആ തോത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ആ വിഷയം പറയുമ്പോൾ ഇപ്പോൾ ശ്രീ KB വേണു സൂചിപ്പിച്ച വിഷയം കൂടി അതിൽ പെടുമെന്ന് തോന്നുന്നു. കാരണം
ശരിക്കും ഒരു പ്രാദേശിക ജൂറി തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകൾ എന്ന് പറയുന്നത്, പ്രാദേശിക ജൂറി എന്ന് പറയുന്നത് മലയാളത്തിന് മാത്രമായിട്ടുള്ള ഒരു ജൂറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ജൂറിയോ അല്ല. മൊത്തം ഇന്ത്യയെ 5ആയി തിരിച്ച് റീജിയണാക്കി തിരിക്കുന്ന ഒരു ജൂറിയാണ്. ആ ജൂറി തന്നെ ഒരു 5 പേരടങ്ങുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള 5 പേരടങ്ങുന്ന ജൂറിയും അതിനൊരു ചെയർമാനും ഉൾപ്പെടെയുള്ള ശരിക്കും ജൂറി സംവിധാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർ ശുപാർശ ചെയ്യുന്ന 30% സിനിമകൾ, അവർക്ക് കാണുന്നതിൽ നിന്ന് ഏറ്റവും മെച്ചമെന്ന് തോന്നുന്ന 30% കൂടാത്ത സിനിമകളാണ് മുകളിലേക്ക് വിടുന്നത്. അപ്പൊ അങ്ങനെ വിടുന്ന സിനിമകളാണ് മാത്രമാണ് ഫൈനൽ ജൂറി കാണുന്നത്. അത് ഈ എല്ലാ റീജിയന്റെയും ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് വീണ്ടും ഒരു 5 പേർ പുതിയതായി വരികയും പുതിയതായി ഒരു ചെയർമാൻ വന്നിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ആദ്യം കണ്ട സിനിമകൾ ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. 11 പേരിൽ 5 പേര് ഒരാൾ മാത്രമേ ആദ്യം കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ അതിന്റെ ഒരു വളരെ സുതാര്യമായ ഒരു പ്രോസസ്സാണ്, വളരെ നല്ലൊരു പ്രോസസ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ പ്രാദേശിക ജൂറി തരഞ്ഞ 5 ചിത്രങ്ങൾ ഫൈനൽ ജൂറി കോൾ ഫോർ ചെയ്തു എന്നറിയുന്നുണ്ട്. ആ 5 ചിത്രങ്ങളിൽ 2 ചിത്രം, ഒന്ന് പുലിമുരുകനും ഒന്ന് ജനതാ ഗാരേജുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2 ചിത്രങ്ങളും തിരിച്ചു വിളിച്ചിരിക്കുന്നത് മോഹൻലാലിനെ പോലെ തന്റെ ഒരു അടുത്ത സുഹൃത്തിന് പുരസ്കാരം കൊടുക്കാനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമുള്ള കാര്യമല്ല. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ റീകോൾ എന്നാണ് ഇതിന് പറയുന്നത്. റീകോൾ ചെയ്യണമെങ്കിൽ ജൂറി ചെയർമാനും അതിനൊപ്പം 5 ജൂറി അംഗങ്ങളും എഗ്രി ചെയ്യണം. അത് എഗ്രി ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നാഷണൽ അവാർഡ് ഞങ്ങൾ റീകോൾ ചെയ്യുന്നത് ഒരുപക്ഷെ തഴയപ്പെട്ടു പോയ സിനിമ, അത് പ്രാദേശിക തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമ, അതല്ലെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും പുരസ്കാരങ്ങൾ നേടിയ സിനിമ, അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട വളരെ ക്രെഡിബിൾ ആയിട്ട് വളരെ ക്രിയേറ്റീവായി ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ് അത്തരത്തിൽ റീകോൾ ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടാണ് റീകോൾ ചെയ്യുന്നത്. ഇവിടെ 2 സിനിമകൾ റീകോൾ ചെയ്യുകയും ജനതാ ഗാരേജ് അങ്ങനെ റീകോൾ ചെയ്യേണ്ട യാതൊരു വിധമായ ക്വാളിറ്റിയുമുള്ള സിനിമയാണെന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. അതുപോലെ തന്നെ പുലിമുരുകനും. അപ്പോൾ ഇത് റീകോൾ ചെയ്യുന്നത് ഒരു സുഹൃത്തിന് പുരസ്കാരം കൊടുക്കാനാണ് എന്നുള്ളത് തീർത്തും വ്യക്തമാണ്. അതായത് ഡോക്ടർ ബിജു, മോഹൻലാൽ മഹാനടനാണ് എങ്കിലും ഈ പുരസ്കാരം അദ്ദേഹം അർഹിക്കുന്നുണ്ടോ എന്ന പൊതുസമൂഹത്തിന്റെ ഭാഗമായ സോഷ്യൽ മീഡിയയുടെ ഉയർത്തുന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് താങ്കൾ അടിവരയിടുന്നത്. തീർച്ചയായിട്ടും. കാരണം മോഹൻലാൽ നമ്മളൊക്കെ ആരാധിക്കുന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള നടൻ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഒട്ടേറെ കഥാപാത്രങ്ങൾ അത്തരത്തിലുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പുരസ്കാരം കിട്ടിയ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് നാഷണൽ ലെവലിൽ അത്തരത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അല്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും അറിയാം. അത് അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വളരെ അതുല്യമായ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള നടനാണ്, മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ ചിത്രങ്ങളുടെ കൂടെ ഒരു ദേശീയ തലത്തിലൊരു പുരസ്കാരത്തിന്, ഒരു പരാമർശത്തിന് പോലും യോഗ്യമായ ചിത്രങ്ങളല്ല, അഭിനയമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് ലംഘിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായും. ഡോക്ടർ ബിജു, ദയവായി താങ്കൾ ഈ ചർച്ചയിലുടനീളം തുടരണം. പ്രൊഫസർ മീന ടി പിള്ള, അതായത് ഡോക്ടർ ബിജു ഉയർത്തുന്ന ഈ സംശയം, കാരണം നമ്മൾ ഒരർത്ഥത്തിൽ പോലും സിനിമയാണ് കലാമൂല്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന, പക്ഷേ നേരത്തെ ഡോക്ടർ കെ ബി വേണു പറഞ്ഞതുപോലെ ജൂറിക്ക് മുന്നിൽ വലിയൊരു മഹാകടമ്പയാണ്. എല്ലാ ചിത്രങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ ചില നെല്ലും പതിരും കൃത്യമായി വേർതിരിക്കപ്പെടാൻ ഒരുപക്ഷെ പലപ്പോഴും കഴിഞ്ഞേക്കില്ല. പക്ഷേ ഒരു മുൻവിധിയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എവിടെയെങ്കിലും വന്നുപോയാൽ അത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇന്ന് ഈ പ്രഖ്യാപനം കഴിഞ്ഞ് നമ്മൾ ഒരു വിലയിരുത്തലേക്ക് വരുമ്പോൾ ഇത്തരം സംശയങ്ങൾ ഡോക്ടർ ബിജു അടക്കം പലരും ഉയർത്തുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ വിധി നിർണയത്തെ കാണുന്നത്? ഇപ്പോൾ കേരള സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി പരിഗണിച്ചപ്പോൾ ഞാൻ ആ ജൂറിയിലുണ്ടായിരുന്നു. കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്ന ജൂറിയായിരുന്നു. അതായത് കാശ് വാരിയെറിഞ്ഞ് കാശ് തിരിച്ചു പിടിക്കുന്ന കച്ചവട സിനിമകളും ഒരു സിനിമ ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് വാദിക്കുന്ന അത്തരം സിനിമകൾക്കും ഒരു മുൻതൂക്കം കൊടുക്കാതെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന സിനിമകൾ, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവരെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനെ, ഇവരെയൊക്കെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന സിനിമകൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്ന് കൃത്യമായ നിലപാടുള്ള ഒരു ജൂറി തന്നെയായിരുന്നു ഇപ്രാവശ്യം. പക്ഷേ ഇതോടൊപ്പം തന്നെ സിനിമ വ്യൂയിങ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. അത് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ കാണുന്ന അതേ രീതിയിൽ തന്നെ എല്ലാവരും അതിനെ കാണണമെന്ന് ശഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും കുറേ അധികം സർപ്രൈസസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, കുറേ അധികം കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് വന്നു എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും സുരഭിയെ പോലുള്ളൊരു നടിക്ക് അവാർഡ് കിട്ടിയ, നാഷണൽ അവാർഡ് കിട്ടിയതിൽ അഭിമാനിക്കുന്നു. അതായത് ഇവിടെ പ്രൊഫസർ മീന ടി പിള്ള ഇവിടെ പറയുന്ന ഒരു കാര്യം, അത് സ്വാഭാവികമായും ഒരുപക്ഷെ ചോദിച്ചേക്കാം, നല്ല കലാമൂല്യങ്ങളുള്ള ചിത്രങ്ങൾ, മോഹൻലാൽ ചെയ്ത ചിത്രങ്ങൾ അവിടെ വിലയിരുത്തലിന് വിധേയമാക്കുമ്പോൾ ശ്രീ പ്രിയദർശൻ ജൂറി ചെയർമാനായത് ഒരുപക്ഷെ അതൊരു മഹാപരാധമാണോ എന്ന തരത്തിലേക്ക് ചിന്തിച്ചേക്കാം.
അങ്ങനെ നോക്കുമ്പോഴൊക്കെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവാർഡ് എന്ന ആ ഒരു വിലയിരുത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും കേരളം കാതോർത്തിരുന്നത് വിനായകൻ എന്ന നടൻ ഒരുപക്ഷെ വന്നേക്കാം, അല്ലെങ്കിൽ പ്രത്യേക ജൂറി പരാമർശത്തിലേക്ക് അർഹനായേക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അതാണ് നേരത്തെ KB വേണു പറഞ്ഞതുപോലെ രണ്ട് കടമ്പ, ഒരു വിലയിരുത്തലിൻ്റെ ഒരു വേദി, സംസ്ഥാനത്തെ വലിയൊരു വിലയിരുത്തൽ കഴിഞ്ഞ് അവിടെ ദേശീയ തലത്തിലേക്ക് ചെല്ലുകയാണ്. എന്താണ് ഇവിടെ ഒരുപക്ഷെ ഒരു നേരിടുന്ന ഒരു സാങ്കേതിക പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ? എനിക്കത് കൃത്യമായിട്ട് അവിടെ എന്ത് നടന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 68 70 സിനിമകൾ മുഴുവൻ തന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കണ്ടു. സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും വിടാതെ, ഒന്നുപോലും ഒഴിച്ചുകൂടാതെ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ കൃത്യമായ ഒരു സിലക്ഷൻ പ്രോസസ്സിൽ കൂടി കടന്നുപോയ സിനിമകളാണ് ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഇവിടുത്തെ ജൂറിയിൽ ഈ പറയുന്ന വലിയ പരാതികളൊന്നും ഉയർന്നിട്ടുമില്ല. എങ്ങനെയാണ് വിനായകനെ പോലുള്ള ഒരാളെ ഒഴിവാക്കപ്പെട്ടത്? മലയാള സിനിമയുടെ ഒരു പുതിയ മുഖം, ഒരു പുതിയ ഏട്, ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന അത്തരം സിനിമകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആശ്ചര്യം തോന്നുന്നുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായും. ശ്രീ ഫക്രുദ്ദീൻ അലി, അത്തരം വിമർശനങ്ങൾ ആശ്ചര്യത്തോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. അതിനെ താങ്കൾ എങ്ങനെ കാണും? വേണുചേട്ടൻ പറഞ്ഞത് എന്താ ഞാൻ കേട്ടില്ല, കാരണം ഞാൻ വളരെ സീരിയസ് ആയി കരുതുന്ന ഒരാളാണ് വേണുചേട്ടൻ. ടീച്ചറും ഞാൻ വളരെ സീരിയസ് ആയി കരുതുന്ന ആളാണ്. വളരെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്, നമുക്കാർക്കും ഇല്ലാത്ത ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ് ടീച്ചർ. അപ്പം പക്ഷേ ടീച്ചർ പറഞ്ഞതിന് തന്നെ ഞാൻ കടമണി, ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം കേരളത്തിലെ ജൂറിയുടെ മുന്നിലുള്ള വന്ന സിനിമകൾ തന്നെ വേറെ ജൂറിയുടെ മുന്നിൽ എത്തിയാൽ വേറൊരു എക്സ്പീരിയൻസ് ആയി. വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു കേരള ജൂറിയുടെ. അവിടെ എന്ത് പെർസ്പെക്റ്റീവ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇവിടെ ക്രെഡിബിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ബിജു പറഞ്ഞതാണ്. അതെ, ഞാൻ ഒരു കാര്യം, കാരണം ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ആളുകളാണ് തുറന്നു പറയുന്നത്. ഞാൻ ഇന്നടക്കം ഈ ചർച്ചയ്ക്ക് വേണ്ടി പലരെയും ബന്ധപ്പെട്ടപ്പോഴും ഉള്ളിൽ ഈ പ്രകടമായ വിയോജിപ്പ് കാത്തുസൂക്ഷിക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ, മീഡിയയ്ക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കാത്ത ആളുകൾ നിരവധി പേർ. ഡോക്ടർ ബിജു അദ്ദേഹം തുറന്നു പറഞ്ഞത് പ്രകടമായ വസ്തുത, അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരമാണത് വ്യക്തമാക്കുന്നത്. കാരണം യാഥാർത്ഥ്യത്തെ വ്യക്തമായി ജനമധ്യത്തിലേക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്നു. അല്ല, ബിജു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ ചില സിനിമകൾ റീജിയനായിട്ട് ഒഴിവാക്കിയ സിനിമകൾ റീകോൾ ചെയ്തു. എന്തുകൊണ്ട് റീകോൾ ചെയ്തു, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അത് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. എങ്കിൽ പോലും മോഹൻലാലിന് അവാർഡ് കിട്ടിയ നല്ല ഒരു മലയാളി നല്ല കാര്യമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഉത്തരേന്ത്യയിലും ബംഗാളിലുള്ള പല ആളുകൾ ഇരുന്നപ്പം രഘുവരൻ ഉൾപ്പെടെയുള്ള ഇവിടെ കിട്ടേണ്ട പല അവാർഡും കിട്ടാതെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അങ്ങനെ ചിലത് നമുക്ക് കിട്ടാതെ മോഹൻലാൽ ഇന്ത്യയിലെ ഏതോ നടനെ വെച്ച മോഹൻലാലിൻ്റെ സാധാ സിനിമകൾ പോലും ഉത്തരേന്ത്യയിലൊക്കെ ഏതോ നടനെക്കാട്ടും വളരെ നന്നായി അദ്ദേഹം പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ജനതാകാരാജിലെ ഏത് സിനിമയാണ് എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പുലിമുരുകൻ അദ്ദേഹത്തിന് വലിയൊരു അഭിനയം, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് വെച്ചു, ഉത്തരേന്ത്യ പല ആളുകളുടെ തന്നെ പല മറ്റു നടന്മാരും ഗ്രാഫ് വെച്ചു വലിയ അഭിനയമൊക്കെ തന്നെയാണ്. ഗ്രാഫ് വെച്ചൊക്കെ വലിയ പെർഫോമൻസ് ആയി തോന്നിയില്ല. അദ്ദേഹത്തിന് ഗ്രാഫ് വെച്ചു, പക്ഷേ ഒപ്പം നല്ല സിനിമയായിരുന്നു. പക്ഷേ ഒപ്പം പക്ഷേ ഇദ്ദേഹം പ്രദർശനത്തെ പടം ആയതുകൊണ്ടായിരിക്കാം ഒപ്പം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും മോഹൻലാൽ അവാർഡ് കിട്ടിയ നല്ല കാര്യമാണ്. സുരഭിക്ക് കിട്ടിയത് വളരെ നല്ല, കേരളത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ച. എനിക്ക് മലയാളി പക്ഷപാതിത്വമൊക്കെ ഉണ്ട്. പിന്നെ വേറെ എനിക്ക് തോന്നുന്നു മോഹൻലാലിനായിരുന്നു ബെസ്റ്റ് ആക്ടറും കിട്ടുക. പക്ഷേ എന്താ പറയുക, അക്ഷയ് കുമാറിന് ഇതുവരെ അവാർഡും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒരു കൺസോളേഷൻ പ്രൈസ് അക്ഷയ് കുമാറിന് കൊടുത്താന്ന് തന്നെ, മോഹൻലാലിന് 3-4 കിട്ടിയതുകൊണ്ട്. അപ്പോൾ പക്ഷേ ഇത് അത്ര മോശം ഒരു അവാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഡോക്ടർ ബിജു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതെന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ മൊത്തം വെച്ച് നോക്കുമ്പോൾ ഇതിലും മോശമായിട്ട് അവാർഡ് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. മലയാള സിനിമ ഭേദപ്പെട്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടു. നമ്മളോട് ഇതിലും വലിയ നീതികേട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായി തോന്നുന്നില്ല. തീർച്ചയായും. ശ്രീ ദേവദാസ്, താങ്കൾ സസൂക്ഷ്മം എല്ലാ മേഖലയും നിരീക്ഷിക്കുന്ന വ്യക്തി, ദേശീയ തലത്തിൽ കൂടി. ശ്രീ ദേവദാസ്, താങ്കൾ എങ്ങനെയാണ്, കാരണം ഇവിടെ ഒരു സിനിമയിലൊക്കെ തന്നെ പതിവായ ഒരു ആന്റി ക്ലൈമാക്സ് സംഭവിച്ചിട്ടുണ്ടോ ഈ ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിൽ? പ്രജീഷേ, എന്താ പറയുക, ഞാനൊന്ന് പറയാം. ഈ ഹോളിവുഡിലെല്ലാം നടക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പറയില്ലേ, കളിയും സ്പോർട്സും ഈ കലയും ഫിക്സിംഗ് ആണ്. കുറേ തരം ഫിക്സിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവനും പവർ ഉള്ളവനും. അതിൻ്റെ ഒരു ഫിക്സിങ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. IPL 6 ശ്രീനിവാസൻ ഒരു ക്ലബ്ബാക്കിയിട്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അതന്നെയാണ് ഈ പ്രിയദർശനും കളിച്ചത്. എന്നിട്ട് CSK ക്ലബ്ബ് കളിച്ചു ഫിക്സ് ചെയ്ത് പുറത്താക്കിയ, സുപ്രീം കോടതി പുറത്താക്കിയ ടീമിനാണ് IPL 6 ബെസ്റ്റ് ഫെയർ പ്ലേ അവാർഡ് കൊടുത്തത്. അതും ശ്രീനിവാസൻ തന്നെയാണ് കൊടുത്തത്. അതേപോലെ സിനിമയൊന്നും ഇല്ലാതെ 3 കൊല്ലം എന്താന്ന് ഉഴലി പേഴ്സണൽ മാറ്റേഴ്സിൽ കഴിഞ്ഞ് സിനിമയൊന്നും എടുക്കാൻ വയ്യാണ്ട് നിൽക്കുമ്പം സഹായിച്ചു, ഒപ്പം കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്പെസിഫിക് അയക്കുന്ന വേർഡ് ഒപ്പം കൂടിയിട്ട് പ്രിയദർശനെ പൊന്തിച്ച ആളാണ് മോഹൻലാൽ. അപ്പോൾ ഒരു സഹായം കൊടുക്കണ്ടേ? അതിന് കൊടുക്കേണ്ട വില എത്രയാന്ന് പറഞ്ഞാൽ വിനായകനെ പോലത്തെ ഇന്ത്യയിൽ തന്നെ ഒരു ആക്ടിങ് ടാലൻറ്റ് ഇന്ത്യയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോയത് ഇല്ലാണ്ടാക്കി. അതാണ്
ഇവിടുത്തെ ഇത്. ഈ മോഹൻലാലിന് കൊടുത്തോ ഇല്ലയോ എന്നല്ല, മോഹൻലാൽ ബെസ്റ്റ് ആക്ടർ തന്നെയാണ്, വിതൗട്ട് ഡൗട്ട് വേൾഡ് ക്ലാസ് ആക്ടറാണ്. പക്ഷേ വിനായകൻ എന്ന ആക്ടർക്ക് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് പോക്കിക്കളഞ്ഞു. ഇന്ന് ഞങ്ങൾ സുരഭിൻ്റെയും വിനായകൻ്റെയും ഇത് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട നിമിഷത്തിൽ ഞങ്ങൾ ഈ മോഹൻലാലിൻ്റെ ഈ തേർഡ് റേറ്റ് എന്താ പറയുക റീകോൾ ചെയ്തു. അതന്നെയാണ് ഫിക്സിംഗ് എന്ന് പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത് ഈ പെരുന്തച്ചനിൽ തിലകന് പറ്റിയതും ഈ ബച്ചന് വേണ്ടിയിട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞ തേർഡ് റേറ്റ് ഫിലിമിന് വേണ്ടിയിട്ട് പോയതുപോലെയും ഞങ്ങളെ കലാഭവൻ മണിക്ക് സ്റ്റേറ്റ് അവാർഡ് പോലും കൊടുക്കാണ്ട് വാനപ്രസ്ഥത്തിന് കൊടുത്തപ്പോൾ മിമിക്രിയാണെന്ന് കണ്ണ് കാണാത്ത ആൾ കളിച്ചെന്ന് പറഞ്ഞതും അത് നാഷണൽ അവാർഡിലേക്ക് പോകേണ്ടതാണ് കലാഭവൻ മണിയല്ല. ഈ വെഞ്ഞാറമൂട് ആദാമിൻ്റെ മകനിൽ സലീം കുമാറിനെല്ലാം കിട്ടിയിട്ട് ഇപ്പം എന്താവും എന്ന് പറഞ്ഞാൽ വിനായകന് ഇനി ചാൻസ് പോലും കൊടുക്കൂല മെയിൻ സ്ട്രീം. എന്താ പറയുക, ഇവൻ പൊന്തി വരും. ഈ പറയുന്ന പോലെ പ്രൊഫസർ പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ബ്രേക്ക് ത്രൂ പാർട്ട് ബ്രേക്കർ ചെയ്യുന്നു. എന്താ പറയുക, മെയിൻ ആക്ടർക്ക് അല്ലാണ്ട് ഒരു സൈഡ് ആക്ടർക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തിട്ട് ഇന്ത്യയിൽ തന്നെ കാണിച്ചു കൊടുത്തു അവാർഡ് നിർണയ കമ്മിറ്റി. അതെല്ലാം പോക്കി വീണ്ടും ഇതേ പ്രിയദർശന് കാഞ്ചീപുരത്തിൽ ഓഫ് ബീറ്റ് ഫിലിമിനല്ലേ കിട്ടി, അതുപോലും ആലോചിക്കാണ്ട് ഈ പുലിമുരുകനിലെല്ലാം പറഞ്ഞാൽ ജോസിൻ്റെ അടുത്തെല്ലാം വെക്കാൻ പറ്റുമോ? ഈ ജോസ് ടെക്നിക്കൽ ഫിലിമാണ്, അതിന് ഒരു അവാർഡ്. എന്നിട്ടോ ടെക്നിക്കലി കളിച്ച അയാൾക്ക് ഇവിടെ ഒരു പുതിയൊരു കാറ്റഗറി ഇട്ടിട്ട് അവാർഡും കൊടുക്കട്ടെ. ഇനി ബാഹുബലി ഇപ്പം ബാഹുബലി എന്ന് പറഞ്ഞില്ല, ബാഹുബലിൻ്റെ അതേ ട്രെൻഡ് തന്നെയാണ് ഈ കൊല്ലും. അതാണ് ജൂറി പരാമർശം കാണിക്കുന്നത്. ഇത് ഫിക്സിങ് ഇങ്ങനെ പോകണം. ഐ ബട്ടർ യോസ് യു ബട്ടർ മൈൻ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പോവും. അതിൽ ആരാ പെടുക എന്ന് പറഞ്ഞാൽ വിനായകനെ പോലത്തെയും ഈ ടാലൻറ്റഡ് ആക്ടേഴ്സ് ഈ വേൾഡിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതാണ്. വേൾഡിലേക്ക് വിനായകനെ പ്രസൻറ്റ് ചെയ്യാൻ ഇപ്പം ഗോപകുമാറിനെ സ്പിൽബർഗ് വിളിച്ചെന്നല്ലേ പറയുന്നത്, അതേപോലെ വിനായകനെ ചില സമയം ഹോളിവുഡിൽ നിന്ന് വിളിക്കാൻ ഒരു ചാൻസ് ആണ് ഈ നാഷണൽ അവാർഡ്. അതായത് മുഖ്യധാര ഓരത്തുള്ളവർ ആധിപത്യം ഉറപ്പിക്കുന്ന പതിവ് രീതി അത് കാണേണ്ടി വരുന്നത്, അതാണ് ഡോക്ടർ ബിജു ഉയർത്തുന്ന വിമർശനം. ഫിക്സിംഗ് എന്ന് ശ്രീ ദേവദാസ് പറഞ്ഞെങ്കിലും നമുക്ക് അത്തരം കടന്ന കൈ പോലും ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. മുഖ്യധാര ഓരത്തുള്ളവർ ആ പതിവ് ആധിപത്യം പ്രകടിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ തനത് വിമർശനം ഉൾക്കൊള്ളേണ്ട ബാധ്യതയില്ലേ? മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ചില പശ്ചാത്തലങ്ങൾ കൂടി സൂചിപ്പിക്കപ്പെടേണ്ടി വരുന്നു ഡോക്ടർ ബിജുവിനെ പോലെയുള്ളവർക്ക്. ശ്രീ കെ ബി വേണു. അത് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം പറയാം. ഇപ്പം മോഹൻലാലിനെ പോലൊരു നടൻ, അദ്ദേഹം ലോക നിലവാരത്തിലുള്ള ഒരു വലിയ നടൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്പെഷ്യൽ ജൂറി മെൻഷൻ, അതും നേരത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ അത്രയ്ക്ക് വലിയ അഭിനയ സന്ദർഭങ്ങളൊന്നും കാഴ്ചവെക്കേണ്ട കാര്യമില്ലാത്ത ഈ 3 സിനിമകൾക്ക് വേണ്ടി കൊടുത്തത് കൊണ്ട് എന്താണ് പ്രത്യേകിച്ച് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടും നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. അവിടെ നേരത്തെ ദേവദാസ് സൂചിപ്പിച്ച പോലെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ഉയർന്നു വരുന്ന ഒരു വലിയ നടനായിട്ട് മാറാൻ സജീവമായിട്ടുള്ള സാധ്യതയുള്ള നമ്മുടെ വിനായകനെ പോലൊരു ആക്ടർ. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പ്രിയദർശൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് ഞാൻ ഇന്ന് പകൽ കേട്ടതെന്ന് വെച്ചാൽ ഈ സിനിമകൾ റീകോൾ ചെയ്തത് മികച്ച സംഘട്ടന സംവിധായകനുള്ള ഒരു പുതിയ അവാർഡ് ഈ വർഷം മുതൽ ഏർപ്പെടുത്തുന്നുണ്ട് അത്രേ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുലിമുരുകനെയും ജനതാ ഗാരേജിനെയൊക്കെ തിരിച്ചു വിളിച്ചതെന്നാണ് പ്രിയദർശൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടു. ഇനി അത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മോഹൻലാൽ ഈ പ്രത്യേക പുരസ്കാരം എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിന് അത്ര വലിയൊരു അദ്ദേഹത്തിൻ്റെ കരിയറിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന രാജ്യം കൊടുക്കുന്ന നിരവധി ആദരങ്ങളിലൊന്നും ഒരു തൂവലായിട്ടൊന്നും ഇരിക്കാൻ പോകുന്നില്ല. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക പരാമർശം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു പ്രോത്സാഹന സമ്മാനം പോലെയാണ്. നിങ്ങളെ മെയിൻ സ്ട്രീമിലുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾക്ക് പരിഗണിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. ഏതായാലും നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു, അതുകൊണ്ട് ഞങ്ങളിത് ജൂറി ഒരു പ്രത്യേകമായിട്ട് നിങ്ങളെ പരാമർശിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ സ്പെഷ്യൽ ജൂറി മെൻഷൻ എന്ന് പറയുന്നത്. എക്സംപ്ലറി ആയിരുന്നു, പക്ഷേ അവാർഡ് തരാൻ ചില സാങ്കേതിക കാരണങ്ങളാൽ നിവൃത്തിയില്ല എന്ന് പറയുന്നത് പോലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പോൾ അതൊക്കെ മോഹൻലാലിനെ പോലൊരു നടനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നൊന്ന്, ഞാൻ ഇത് തുടങ്ങി വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതായത് കഴിഞ്ഞ വർഷമൊക്കെ അവർ ചെയ്തത് ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ അതുണ്ട്. കാരണം ആരോ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, ഏത് സിനിമകൾ കൊണ്ടുപോയിക്കഴിഞ്ഞാലും അമിതാഭ് ബച്ചന് മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹമാണല്ലോ മഹാനടൻ എന്നുള്ള മട്ടിൽ. മോശം നടനായിട്ടല്ല ഞാനീ പറയുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ
ഈ അവാർഡ് നിർണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ബൈലോസിൽ പറയുന്നത് സിനിമയ്ക്ക് പുതിയ സെൻസിബിലിറ്റീസ് നൽകുന്ന, സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് പുതിയ ഭാവുകത്വങ്ങൾ കൊണ്ടുവരുന്ന ചലച്ചിത്ര സംരംഭങ്ങൾ, അതുപോലെ അഭിനയത്തിനാണെങ്കിൽ അഭിനയ കലയിൽ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന നടീനടന്മാർ, ഇവർക്കൊക്കെയാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അക്ഷയ് കുമാർ, ഞാൻ നേരത്തെ പറഞ്ഞു, അക്ഷയ് കുമാർ പുസ്തകത്തിൽ എങ്ങനെയാണ് അഭിനയിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്കത് വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ പ്രാദേശിക ഭാഷാ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് മറാഠി സിനിമയൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിൽ ബംഗാളൊക്കെ പോലെ തന്നെ മലയാളം പോലെയൊക്കെ തന്നെ വലിയ ഒരു പ്രാദേശിക സിനിമാ വ്യവസായമായിട്ടും കലാപരമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്ന സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഷയായിട്ടൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ആ സിനിമകളോടാണ് നമ്മുടെ സിനിമകളൊക്കെ മത്സരിച്ചത്. അതിൽ മത്സരിച്ച് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോയത് മുഖ്യധാര ഹിന്ദി സിനിമയാണ് എന്നാണ് ഒരു തരത്തിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ട വിലയിരുത്തലുകൾ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഏതായാലും ഇതിനകത്ത് ഈ സൗഹൃദ അവാർഡ് കൊടുക്കുന്നു എന്നുള്ള ഒരു പരാമർശം വന്നത്, അങ്ങനെ വിമർശം വന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ഈ സിനിമകൾ പരാമർശമേ പാടില്ലായിരുന്നു താങ്കളെ പോലെയുള്ള ഒരു ആളിന്റെ, സംവിധായകന്റെ ഭാഗത്ത് നിന്ന്. മറുപടി അതിന് ഡോക്ടർ കെ ബി വേണു പറഞ്ഞ ആ സാഹചര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട്. ശ്രീ ബിജു, ഡോക്ടർ ബിജു കേൾക്കാമെങ്കിൽ. കേൾക്കാം, പക്ഷേ എനിക്ക് എന്താണ് ആ പരാമർശം, ഞാൻ ശ്രീ ദേവദാസ് പറയുന്ന ആള് സംസാരിച്ചത് ഞാൻ കേട്ടില്ല. അതായത് താങ്കൾ പറഞ്ഞ ആ പദമെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഈ സൗഹൃദ അവാർഡ് എന്ന പദം ഒഴിവാക്കേണ്ടിയിരുന്നു. ഡോക്ടർ നേരത്തെ ദേവദാസ് പറഞ്ഞതിന് ശേഷം കെ ബി വേണു പറഞ്ഞ ആ പരാമർശമാണ്. ആ ഒരു വാചകമേ താങ്കൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻവിധിയോടെ നിർണ്ണയിക്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഞാനങ്ങനെ പറഞ്ഞു എന്നാണോ പറയുന്നത്, അതോ കെ ബി വേണു പറഞ്ഞു എന്നാണോ? അല്ല, കെ ബി വേണു പറഞ്ഞ കാര്യം അതങ്ങനെ താങ്കൾ ഇന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് അവാർഡ് അത് ഒഴിവാക്കേണ്ടിയിരുന്നു. ശ്രീ ബിജുവിലേക്ക് എത്താം. സാങ്കേതിക പ്രശ്നം ടെലിഫോണിൽ നേരിടുന്നത് കൊണ്ട് ടീച്ചർ ഇവിടെ ഈ ഡോക്ടർ കെ ബി വേണു പറഞ്ഞൊരു കാര്യം, കെ ബി വേണു പറഞ്ഞൊരു കാര്യം ഇവിടെ നിർണ്ണയിക്കപ്പെടുന്നത്, കാരണം നമ്മൾ വലിയൊരു പ്രക്രിയ കഴിഞ്ഞ് നേരെ പോകുന്നു സ്റ്റേറ്റിലെ. അവിടെ ജൂറിക്ക് സ്വാഭാവികമായും സ്റ്റേറ്റ് ജൂറി പല ഘടകങ്ങളുമൊക്കെ പരീക്ഷിക്കപ്പെട്ടെ നിലവാരമൊക്കെ നോക്കി കഴിഞ്ഞേക്കാം. പക്ഷേ ദേശീയ ജൂറിയിലേക്ക് അല്ലെങ്കിൽ ജൂറിയിലേക്ക് എത്തുമ്പോൾ അവിടെ അവർക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണോ, എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ രീതി നമ്മളിവിടെ ഒരു വൈകാരികത, ഇതുപോലെ നമ്മുടെ സ്റ്റേറ്റിലൊരു വൈകാരികത അതാണ് നമ്മൾ ആർക്ക് നൽകിയത്, വിനായകന് നൽകിയത്. അത് പക്ഷേ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അപരാധം മുഴുവൻ ജൂറിയിലേക്ക് പോകുന്നെന്ന സ്ഥിതി. ഇത് എനിക്കൊരു വൈകാരികത എന്നുള്ളത് അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിലുള്ള ഒരു വൈകാരിക അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഇതൊരു വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അവാർഡ് മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ഒരു ദേശത്തിൻ്റെ ഒരു ലാർജർ പൊളിറ്റിക്സിൻ്റെ ഒരു കളി ഞാനിവിടെ കാണുന്നു. കാരണം മലയാള സിനിമയ്ക്ക് വേറിട്ട ഒരു മുഖം ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാർപ്പർ കോളിൻസിന് വേണ്ടി ഞാൻ എഴുതുന്ന ഒരു പുസ്തകത്തിൽ മലയാള സിനിമയുടെ അതിൻ്റെ കവർ പേജായിട്ട് ഞാൻ വിനായകൻ്റെ പടം അയച്ചു കൊടുത്തപ്പോൾ അത് വേണ്ട, മോഹൻലാലോ മമ്മൂട്ടിയോ പോരെ എന്ന് പറഞ്ഞാൽ പടം തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിനകത്തൊരു ലാർജർ പൊളിറ്റിക്സ് ഉണ്ട്. ഇത്തരത്തിൽ വരുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വൾണറബിൾ സെക്ഷൻസിൽ നിന്ന്, ഒരുപക്ഷെ പ്രാന്തങ്ങളിൽ നിന്ന് കടന്നു വരുന്ന സ്റ്റേറ്റിൻ്റെ തന്നെ പ്രാന്തങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരം ജനസമൂഹങ്ങളെ തടഞ്ഞു നിർത്തുകയും വേറൊരു ലാർജർ ഒരു സൂപ്പർ സ്റ്റാർഡം, ഹെജിമോണിക് മാസ്കുലിനിറ്റി എന്നൊക്കെ പറയുന്ന അതിന്റെ ആഘോഷങ്ങൾ എല്ലാ മേഖലയിലുമുള്ള മാധ്യമ ഇതിലൊരു കൃത്യമായ അജണ്ട ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്തരം ആൾക്കാർ വരണ്ട. പക്ഷെ അവർ പൊളിച്ചെഴുത്തായിരുന്നു നമ്മൾ ഇവിടെ കണ്ടത് ഈ സിനിമയിൽ. കമ്മട്ടിപ്പാടം നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു പക്ഷേ ഈ സ്റ്റേറ്റ് അവാർഡിലൂടെ ഒരു പൊളിച്ചെഴുത്തായിരുന്നു നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചത്. ആ പൊളിച്ചെഴുത്ത് ദേശീയ തലത്തിൽ വേണ്ട, അതിനൊരു ദേശീയ അജണ്ട തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ ബിജു അതിന് മറുപടി? അതിന് കൃത്യമായ മറുപടിയെക്കാട്ടിലും ഞാൻ മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്കായിട്ട് ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിക്കാം. അതിനെ വിശകലനം ചെയ്യാനോ അതിന്മേലൊരു വിധിന്യായം നടത്താനോ ഒന്നും ഞാൻ ആളല്ല. കലാഭവൻ മണിക്ക് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടേണ്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ആ വർഷം പുരസ്കാരം കിട്ടിയില്ല. പകരം ആർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ സമയത്ത് ഇന്ന് വിനായകന് ഒരു പ്രത്യേക പരാമർശമെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് കിട്ടിയില്ല. പകരം ആർക്കാണ് കിട്ടിയതെന്നുള്ളതും പരിശോധിക്കാവുന്നതാണ്.
ഇത് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണോ യാദൃശ്യമാണോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇപ്പൊ വിനായകനെ പോലെ ഉള്ള ഒരു നടനെ ഒരുപക്ഷെ ഇനി ഒരിക്കലും ചിലപ്പോൾ ഒരു ദേശീയ പുരസ്കാരത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യത ഉണ്ടാകില്ല. ഈ തവണ മോഹൻലാലിനെക്കാട്ടിലും മികച്ച അഭിനയം അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നുള്ളതിൽ ഒരാൾക്കും തർക്കമുണ്ടാകാനും ഇടയില്ല. പക്ഷെ മോഹൻലാലിന് അങ്ങനെയല്ല. മോഹൻലാലിന് അടുത്ത വർഷമോ തൊട്ടടുത്ത വർഷമോ എപ്പോൾ വേണമെങ്കിലും ഒരു ദേശീയ പുരസ്കാരം കിട്ടുവാൻ മാത്രമുള്ള വേഷങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കാം. അത്തരം വേഷങ്ങൾ ചെയ്യുവാൻ കേപ്പബിൾ ആണ്. അത്തരം വേഷങ്ങൾ അദ്ദേഹത്തെ തേടി എത്തുന്നതിനും യാതൊരു തടസ്സവുമില്ല. ഇത് ആ ജൂറി കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില ചരിത്ര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇട വരുമ്പോൾ ആ ചരിത്ര മുഹൂർത്തങ്ങളെ തമസ്കരിച്ച് വീണ്ടും ബിംബങ്ങളിലേക്ക് പോകുന്നത്, അത് ആ ബിംബങ്ങൾ അർഹമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അർഹതയില്ലാത്ത ചില സിനിമകൾക്ക് വേണ്ടി ആ ബിംബവൽക്കരണം നടത്തുന്നത് കടുത്ത അക്ഷന്തവ്യമായ തെറ്റാണ്. ചരിത്രത്തോട് തന്നെ തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. യെസ്, തീർച്ചയായും പ്രാദേശിക ജൂറിയിലുണ്ടെന്ന RS വിമൽ കൂടി നമ്മോടൊപ്പം ചേരും അല്പസമയത്ത്. ശ്രീ ബിജു തുടരുക, അതിന് മറ്റു അതിഥികളിലേക്ക്